ആ ഗവൺമെന്റ് പില്ലർ സ്ഥലത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തത് ഞാനാണ്, അതിന് യോഗ്യത തന്നെയാണ് അടിസ്ഥാനം എന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട്. അതോടൊപ്പം SFI എന്താണ് എന്ന് എന്നെ പഠിപ്പിക്കേണ്ട എന്ന് കൂടി ഡീൻ കുര്യാക്കോസ് പറഞ്ഞിരുന്നു. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്, പല അന്വേഷണങ്ങളുമുണ്ട്. പാർട്ടിക്കാരനായി പോയി എന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾക്ക് ഒരു പക്ഷേ ഈ സ്ഥാനത്തേക്ക് വന്നുകൊള്ളണമെന്നില്ല. ഇതൊക്കെ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അവരെ തള്ളി പറയുന്നത്? ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ശുപാർശയുണ്ട് ഈ അഭിഭാഷകയ്ക്ക് വേണ്ടി. ഞാൻ ഈ പറയപ്പെടുന്ന അഭിഭാഷക മുൻകാലഘട്ടങ്ങളിൽ എന്താണ് എന്നുള്ളത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. അവരിപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് അങ്ങനെ എന്തിനാന്നേ അതല്ലേ പറഞ്ഞു, അവർ ലോയേഴ്സ് കോൺഗ്രസിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പ്രവർത്തിച്ച ആളാണ്. അല്ലാതെ വെറുതെ പ്രവർത്തിച്ച ആളല്ല, മിനിയാന്ന് മെമ്പർഷിപ്പ് എടുത്ത ആളല്ല. സാക്ഷാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവർ നമ്മളോടൊപ്പമാണ്. ബില്ലിൽ വളരെ ക്ലിയർ ആയിട്ട് MP പറയുന്നുണ്ട്, ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, അതായത് UDF പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ മിഞ്ഞാന്ന് മെമ്പർഷിപ്പ് എടുത്ത ആളല്ല എന്ന് MP-ക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് KSUയുടെ സംസ്ഥാന അധ്യക്ഷന് അതൊന്ന് ആലോചിച്ച് അതൊന്ന് അന്വേഷിച്ചതിന് ശേഷം നടത്തിയാൽ പോരായിരുന്നോ ഈ പരസ്യ പ്രതികരണങ്ങളൊക്കെ? ആര്യ, അത് രണ്ട് തരത്തിലാണ് ആ പ്രശ്നമുള്ളത്. ഒന്ന്, ലോ കോളേജിൽ, തിരുവനന്തപുരം ലോ കോളേജിൽ ഇവർ പഠിക്കുമ്പോൾ ഇവർ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു എന്ന ആരോപണം അന്നത്തെ യൂണിറ്റ് കമ്മിറ്റിക്കുണ്ട്. ആ വിഷയമാണ് അലോഷ്യസ് സേവ്യർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ ഡീൻ കുര്യാക്കോസ് പറയുന്നത് ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ LDF ഭരിക്കുമ്പോൾ അവർ ഈ സംഘടനയുടെ ഭാഗമായി വന്നതാണ്. അവരുടെ പൂർവ്വകാലം ചികയേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അവർ എവിടെ നിൽക്കുന്നു, അത് ഇന്നലെ വന്നവരല്ല, മിനിഞ്ഞാന്ന് വന്നവരല്ല, 2022 മുതൽ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അതാണ് ഈ ഡീൻ കുര്യാക്കോസിന്റെ ന്യായം. പക്ഷേ ആ ന്യായം എന്തായാലും ഈ അലോഷ്യസ് സേവ്യറിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെട്ടിട്ടില്ല. അലോഷ്യസ് സേവ്യർ ഉയർത്തുന്നത് അവരുടെ വിദ്യാഭ്യാസ കാലത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയായി ഈ നിയമനത്തെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത്, അതിനുശേഷം ഒരുപാട് പേർ രാഷ്ട്രീയം മാറി ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ എന്നതാണ് അതിന്റെ ചോദ്യം. തീർച്ചയായും അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പറയുന്നത്. കാര്യം രാഷ്ട്രീയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ എവിടെ നിൽക്കുന്നു, അവരുടെ രാഷ്ട്രീയം എന്താ എന്നതാണ് പരിഗണിക്കേണ്ടത് എന്നതാണ് ജിയോണ ജെയിംസിന്റെ നിയമനത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് KSUവിന് ഇത് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, KSU കാലഘട്ടത്തിൽ ലോ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ എതിർ ചേരിയിൽ നിന്നിട്ടുള്ള അന്നത്തെ KSUക്കാർ, അവർക്ക് ഇക്കാര്യത്തിൽ വിഷമമുണ്ട്. കാര്യം KSUവിന്റെ ഭാഗമായിരുന്നവർ, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നവർ, അവർക്ക് പലർക്കും ഈ നിയമനം കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കയും അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായവുമാണ് ഉയർത്തുന്നത് എന്നതാണ് അലോഷ്യസ് സേവ്യറും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സംഘടനയിൽ ഈ പട്ടിക കൈമാറിയത്, അതായത് ജിയോണ ജെയിംസിന്റെ പട്ടിക കൈമാറിയത് ഹൈക്കോടതിയുടെ യൂണിറ്റ് കമ്മിറ്റിയാണ്. ആ യൂണിറ്റ് കമ്മിറ്റിയുടെ ആ പട്ടിക തനിക്ക് കൈമാറാൻ വന്ന പ്രധാനപ്പെട്ട ആളിന് പോലും ഈ നിയമനം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പല യോഗ്യരായ ആളുകൾ പുറത്തു നിൽക്കുന്നു. മുൻപ് എതിർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാർ ഇതിന്റെ ഭാഗമായി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ സംഘടനയിൽ ഉള്ളവർക്ക് എതിർപ്പുണ്ടാകും. അതാണ് താൻ പറയുന്നതെന്നാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. KSUവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് പറയുന്നത് പോലെ രാഷ്ട്രീയം പലരും മാറ്റി വരുന്നുണ്ട്. സന്ദീപ് വാര്യർക്ക് അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. സന്ദീപ് വാര്യർ എത്രത്തോളം കാലം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി BJPക്ക് വേണ്ടി വാദിച്ചിരുന്ന നേതാവാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ കൂടെ ചേർന്നു, സീറ്റ് കൊടുത്തു, നിങ്ങൾ മത്സരിച്ചു, ജയിച്ചു, കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചപ്പോൾ MLA ആണ് സന്ദീപ് വാര്യർ. അത് മാത്രമല്ല, ഡീൻ കുര്യാക്കോസ് പറയുന്ന കാര്യം, ഈ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രതിപക്ഷത്തായിരുന്ന ഘട്ടത്തിലാണ് ജിയോണ ജെയിംസ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമാകുന്നത്, കൂടെ നിന്നത് എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതിലെല്ലാം അപ്പുറം അലോഷ്യസ് സേവ്യർ ഇതെല്ലാം പരസ്യ പ്രതികരണങ്ങൾ നടത്തുകയാണ്. നമ്മൾ വളരെ എല്ലാവരും കണ്ടൊരു തേവര SH കോളേജിലെ ആ ദൃശ്യമുണ്ട്. മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുത്തില്ല എന്നൊരു ദൃശ്യം. അന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന ആ നിമിഷം വരെ മുഖ്യമന്ത്രി എറണാകുളം റെസ്റ്റ് ഹൗസിലുണ്ട്. അവിടേക്ക് രണ്ടുപേരും കൊച്ചിയിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം റെസ്റ്റ് ഹൗസിലേക്ക് പോയൊന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചില്ല അലോഷ്യസ് സേവ്യർ എന്ന ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്.